മാറാത്തത് മാറും. ശരിക്കും ഈ മുദ്രാവാക്യം BJPയുടേതാണ്. ശരിക്കും മാറാത്തത് മാറ്റിയത് വടശ്ശേരിക്കര ദാമോദരൻ മേനവൻ ബഹ, പിന്നെ എലഞ്ഞിത്തറയ്ക്കൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു പ്രാസൊപ്പിച്ച് പറയും പോലെ പരവൂർ സതീശൻ, VD സതീശൻ മാറ്റാത്തത് മാറ്റി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതൊരു വലിയ സംഭവമാണ്. അങ്ങനെ ആ രീതിയിൽ ചാനലുകൾ അത് എടുത്തില്ല. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് SNDPയോ NSSൻ്റെയോ ജനറൽ സെക്രട്ടറിമാർ വിളിച്ചാൽ മുഖ്യമന്ത്രിമാരും പൊളിറ്റിക്കൽ ലീഡർമാരും മന്ത്രിമാരും സമയം കൊടുക്കാത്ത ആദ്യത്തെ സംഭവം. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുണ്ടെങ്കിൽ അതും കാണാം നമുക്ക്. ടാക്സുമായി ബന്ധപ്പെട്ട, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ്. സ്വാഭാവികമായിട്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം വരികയായിരുന്നു. വാർഷിക ജനറൽ ബോഡി വന്നു. അതിനകത്ത് ഗണേശനെ എടുത്തില്ല. അത് വേറെ വിധമാണ്. അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാൻ തന്നെ ഒരു സ്കോപ്പുണ്ട്. അത് നമുക്ക് നോക്കാം. പക്ഷേ അതിൻ്റെ ഇത് വാർഷിക പൊതുയോഗത്തിൻ്റെ ഭാഗമായി ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സേവനം ഫേവർ ചെയ്ത് കിട്ടാനായിരിക്കും. അങ്ങനെയാണല്ലോ, ഇതൊരു പ്രസ്ഥാനമാണല്ലോ. ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ ആശുപത്രികൾ, ഒരുപാട് സംവിധാനം നടത്തുന്ന വലിയൊരു പ്രസ്ഥാനമാണ് NSS എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു സംവിധാനമല്ലത്. അപ്പോൾ വളരെ കോടാനുകോടി രൂപയുടെ സ്വത്തുകളുള്ള, ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുള്ള, ഒരുപാട് സംവിധാനങ്ങളുള്ള, BEd കോളേജുള്ള, അതുപോലെ തന്നെ പിന്നെ നഴ്സിംഗ് കോളേജ്, അങ്ങനത്തെ വലിയ വലിയ വിപുലമായ സന്നാഹങ്ങളുള്ള സൗകര്യമുള്ള ഒരു സംവിധാനമാണ് നായർ സർവീസ് സൊസൈറ്റി. ചെറുതല്ലത്. അപ്പോൾ അതാണ് പെരുന്നേലിൻ്റെ ആസ്ഥാനമൊക്കെ. അപ്പോൾ അവർ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയെ വിളിച്ചു. ആദ്യത്തെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ 5 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വിളിച്ചത്. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ ഫോൺ എടുത്തുമില്ല. അങ്ങനെ 2 പ്രാവശ്യം വിളിച്ചു. ഇത്രയും അഹങ്കാരിയായ ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. പക്ഷേ VD സതീശൻ അക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തതെന്നറിയില്ല. പക്ഷെ എന്തായാലും ഓൻ തമ്പ്രാൻ എന്ന് പറഞ്ഞ് ഈ സമുദായ സംഘടനകളുടെയും ജാതി സംഘടനകളുടെയും സംഘടനകളുടെയും അടുത്ത് പോകുന്ന രീതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന രീതി വളരെ വ്യാപകമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ ചില മന്ത്രിമാർ അവിടെ പോയി കണ്ടിരുന്നു. ചില മന്ത്രിമാർ സുകുമാരൻ നായരെ വളരെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും മുഖ്യമന്ത്രി VD സതീശൻ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, വിളിച്ചപ്പോൾ എടുത്തുമില്ല. PA APS എടുത്തിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് തിരക്കില്ലാന്ന് പറഞ്ഞു. അങ്ങോട്ട് 5 ദിവസം കഴിഞ്ഞാണ് വിളിച്ചത്. എത്ര 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 വട്ടം ഇത് ആലോചിച്ചാലും കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ? കാരണം വലിയൊരു വോട്ട് ബാങ്കാണ് നായർ സർവീസ് സൊസൈറ്റിക്ക് ഉള്ളത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആളുകളെല്ലാം, നായന്മാരെല്ലാം NSS പറഞ്ഞാൽ കേൾക്കുമോ, സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷേ എന്തായാലും വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെയും അതിശക്തമായ കേസ് മുറുകുകയാണ്. അത് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട, മഹേഷിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് മുറുകുന്നു. മൈക്രോ ഫിനാൻസിൻ്റെ കേസും കോടതി വഴി മുറുകുന്നു. അപ്പോൾ VM സുധീരനെ വളരെ മോശമായ രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. അയാൾ സുധീരനുമല്ല, ധീരനുമല്ല, ഒരു എംബോക്കിയാണ് എന്നുള്ള നിലയിൽ സംസാരിച്ചു. വളരെ മോശമായിട്ട് VM സുധീരനെ കുറിച്ച് പറഞ്ഞു. അതിൽ VM സുധീരൻ തിരിച്ച് പ്രതികരിച്ചിട്ടുമുണ്ട്. VM സുധീരൻ കുറച്ച് വേറൊരു ഡീസൻ്റ് തലത്തിലാണ് പ്രതികരിച്ചത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത് അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. എന്തായാലും ഗൗരവതരമായ ഒരു വിഷയമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു വിഷയം ആണ് സംഭവിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ കാണാനും VD സതീശൻ പോയില്ല. സുകുമാരൻ നായരെ കാണാനും പോയില്ല. അങ്ങോട്ടും പോയില്ല. തുഷാർ വെള്ളാപ്പള്ളി പോയി കണ്ടു. തുഷാർ വെള്ളാപ്പള്ളി പക്ഷേ SNDPയുടെ വൈസ് ചെയർമാൻ ആണെങ്കിലും NDAയുടെ ആളും കൂടെയാണ്. പിന്നെ തുഷാർ വെള്ളാപ്പള്ളി പോകാത്തത് പിന്നെ നമ്മുടെ ഇതിനെ ഉണ്ടല്ലോ, സത്യപ്രതിജ്ഞ ചടങ്ങിന് വിളിച്ചിരുന്നു. അപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പോയെന്നൊക്കെ പറഞ്ഞ് ഷാളൊക്കെ ഇട്ടു, മൊമെൻ്റൊക്കെ കൊടുത്തു. പക്ഷേ എന്തായാലും വളരെ കൃത്യമായി ഈ സാമുദായിക സംഘടനാ നേതാക്കളെ, അതൊരു സമുദായത്തിൻ്റെ സംഘടനാ നേതാക്കളെയോ പള്ളിയിലച്ചന്മാരെയോ പിതാക്കന്മാരെയോ ആരെയും കാണാൻ VD സതീശൻ പോയില്ല. അതേസമയം ശിവഗിരിയിൽ പോയിരുന്നു. ശിവഗിരിക്ക് ആവശ്യമായ സഹായവും ബഡ്ജറ്റിൽ പറഞ്ഞു. ഡൽഹിയിൽ ശിവഗിരിയുടെ പേരിലുള്ള, ഗുരുദേവൻ്റെ പേരിലുള്ള സ്മാരകം വരുന്നു, പ്രതിമ വരുന്നു, കൺവെൻഷൻ സെൻറ്റർ വരുന്നു. അതിന് 5 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ ഗുരുദേവൻ്റെ പിന്നെ എന്താണ് ആശയങ്ങളും തത്വങ്ങളും പ്രചരിപ്പിക്കുന്നതിനുള്ള സംവിധാനം ചെയ്തു. അതേസമയം ഇത് ചെയ്തുമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, ഇവൻ പോഞ്ഞ കൊള്ളിയാണ്, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കാം എന്നൊക്കെ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുകയാണ്. അതിനി അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എങ്ങനെ ആവുമെന്നറിയില്ല. കാരണം ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നു 29-ൽ. അത് കഴിഞ്ഞ് 1 ഇന്ത്യ 1 തെരഞ്ഞെടുപ്പാണെങ്കിൽ പിന്നെ
വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ആണെങ്കിൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ കേരളത്തിലും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വരും. അങ്ങനെ എന്തായാലും വളരെ വലിയ തോതിലാണ് NSS പിണങ്ങി നിൽക്കുന്നത്. സുകുമാരൻ നായർ പച്ചയ്ക്കത് പറയുകയും ചെയ്തു, വളരെ മോശമായിട്ട് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സുകുമാരൻ നായരും VD സതീശനുമായി വ്യത്യസ്തമായ തോതുകളിലേക്ക്, രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ വിഷയം.